മടമ്പം കോളനിയുടെ ചരിത്രം വേറൊന്നാണ്. അതിന് 2000 ഏക്കർ സ്ഥലമാണ്. ഈ പ്രൊഫസർക്ക് ഒരു മനസ്സിൽ 5 കോളനികൾ സ്ഥാപിക്കുകയായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. ഈ കരക്കാട്ടിയുടെ നയനാരുടെ മകൻ പുള്ളിയുടെ കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്, സെന്റ് അലൂഷ്യസ്. ഇവിടുത്തെ ജന്മിമാരുടെ പല മക്കളും അവിടെ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് പ്രൊഫസർ ഇവിടെ സ്ഥലം വിൽക്കാനുള്ളതൊക്കെ മനസ്സിലാക്കി. ഈ കരക്കാട്ടിയുടെ നയനാരുടെ അടുത്ത് പ്രൊഫസർ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കുതിരവണ്ടി അയച്ചു കൊടുത്ത് അയാളെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ 10,000 ഏക്കറാണ് പ്രൊഫസർ ആവശ്യപ്പെട്ടത്. അപ്പം 5 കോളനികൾ ഇതുപോലെ ഉണ്ടാക്കുക എന്നായിരുന്നു പ്രൊഫസറുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം 2000 ഏക്കർ. അപ്പൊ അയാള് നയനാര് പറഞ്ഞു 15 രൂപ വിലയ്ക്ക് ജന്മമായിട്ട് സ്ഥലം തരാം. പക്ഷെ അങ്ങനെ മേടിച്ചാൽ രാജപുരത്തെ പോലെ ലാഭം ഉണ്ടാകില്ല. 15 പേർക്ക് 30 രൂപയ്ക്കെങ്കിലും വിറ്റില്ലെങ്കിൽ രൂപയ്ക്ക് ലാഭമൊന്നും കിട്ടിയ. അവിടെ പ്രൊഫസർ പറഞ്ഞു എനിക്ക് ജന്മം വേണ്ട, മറുപാട്ടം മതി. അങ്ങനെ ആദ്യം 2000 ഏക്കർ കച്ചവടം ചെയ്തു. അതിന് കോട്ടയത്ത് ഇടവകളിൽ പരസ്യം കൊടുത്തു. അങ്ങനെ എന്റെ ഫാദർ അതിൽപ്പെട്ടതാണ്. എന്റെ ഫാദറും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന 20 ഏക്കറിന്റെ ഒരു പ്ലോട്ട് എടുത്തു. 20, 10, 5 ഇങ്ങനെ പല ബ്ലോക്ക് ആയിട്ടാണ് അത് ഓരോരുത്തരും എടുത്തത്. അപ്പൊ എടുക്കാൻ തീരുമാനിച്ച് ഇത് ബുക്ക് ചെയ്ത ശേഷം ഈ മാമലശ്ശേരി എബ്രാഹിം എന്ന് പറഞ്ഞ് മള്ളിശ്ശേരിക്കാരൻ ഒരു സർവേയർ ആണ് ഇതെല്ലാം സർവേ ചെയ്തത്. പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ മള്ളിശ്ശേരിയിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒത്തിരി സംസാരിച്ചു. പുള്ളിയിൽ നിന്ന് എനിക്ക് ഒത്തിരി വിവരങ്ങൾ കിട്ടിയായിരുന്നു. പുള്ളി ഇവിടെ ഇടത്തിൽ താമസിച്ചുകൊണ്ടാണ് ഈ സർവേ നടത്തുന്നത്. പുള്ളിയും ഇടത്തിലെ ശിവായിമാരും ഒക്കെ സർവേ ഇവര് നടത്തി. ഇവിടുന്ന് ഈ PK കോളേജിന്റെ അവിടെ മുതൽ കാക്കത്തോട് വരെയാണ് ഇവര് അവിടുന്ന് അക്കരയ്ക്കര പോലെ 6 അക്കരെ. അപ്പോഴാണ് ഈ അവറാച്ചൻ അക്കരയ്ക്കരയുള്ള സ്ഥലം. അപ്പൊ അന്നേരമാണ് അവറാച്ചനോട് ഈ കാര്യസ്ഥന്മാര് പറയുന്നത് ഇത് മറുപാട്ടമാണ്, ഇത് 12 വർഷത്തേക്കേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഇയാൾക്ക് വേണേ ഇറക്കി വിടാം, പിന്നെ എല്ലാ വർഷവും പാട്ടം കൊടുത്തുകൊണ്ടിരിക്കണം, പിന്നെ ഇവര് ഭൂമിയിലെ കൃഷികൾക്ക് അവര് വന്ന് ശിവായി ആണെന്ന് അതിന് ഇത് കൊടുക്കേണ്ടി കപ്പം കൊടുക്കേണ്ടി വരും. അങ്ങനെ അറിഞ്ഞപ്പോൾ അവറാച്ചൻ ഈ രഹസ്യം അവിടെ ചെന്ന് പൊട്ടിച്ചപ്പോൾ ബുക്ക് ചെയ്തിരുന്ന പലരും പിന്മാറി. മറുപാട്ടം വേണ്ട അവർക്ക്. രാജപുരത്തെ പോലെ അവർക്ക് ജന്മമായിരുന്നു. അപ്പൊ ഇത് ഫെയിലിയറിലേക്ക് വരിക. പിന്നെ അന്ന് കുറെ പേരെയൊക്കെ തട്ടി മൂട്ടിയൊക്കെയാണ് ഈ 100 കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. 100 മുഴുവൻ ഇല്ലായിരുന്നു. അങ്ങനെ അവര് വന്ന ശേഷം പിന്നീടാണ് ഈ സ്ഥലം വിറ്റ് തീർന്നത്. അപ്പം അത് മറ്റച്ചനെ ചുമതലപ്പെടുത്തി അച്ഛനാണ് ഇതൊക്കെ ബാക്കി വിറ്റ് പൂർത്തിയാക്കി. കാരണം ഈ 100 കുടുംബം വന്ന ശേഷം പിന്നീട് 48 മുതലാണ് പയ്യാവൂർ ഭാഗത്തേക്കൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് ഈ സ്ഥലം വിറ്റ് തീർന്നത്. രാജപുരത്ത് കുടിയേറ്റ അവിടെ രാജപുരം ടൗൺഷിപ്പ് എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു ഈ സർവേയില്. അതായത് 4 3 കസിന് അടങ്ങാടിത്തറ, പിന്നെ ഒരു റോഡ് സൈഡ് സ്ഥലം, പിന്നെ വേറെ. അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു. ഇവിടെ ഈ 6 മുതല് മുകളിലേക്ക് ഒരു ചങ്ങല വീതി ഇട്ട് ഈ നിങ്ങൾ വന്ന ഈ ഇവിടം വരെ ഉണ്ടായിരുന്നു. അവിടെ പീഡികത്തറകൾ വളർന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് വേറെന്നുള്ളത്, ഇവര് പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സ്ഥലം വാങ്ങിയത് ഏക്കറിന് 1 രൂപ 65 പൈസക്കാ. പണ്ടത്തെ കണാസ ഓർക്കുന്ന പൈസ. അതായത് 1 രൂപ ഇതിന്റെ വില, 4 അണ നികുതി, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ്, 2 അണ പച്ചക്കറികള് നയനാർക്കുള്ള ഭോഗം. അങ്ങനെ 1 രൂപ അന്നത്തെ വില 65 പൈസ. നമ്മുടെ പഴയ 4 6 അണ. 6 അണ എന്ന് പറയുന്നത് ഇന്നത്തെ 65 പൈസ നോക്കുന്നത്. 1 രൂപ 6 അണയ്ക്കാണ് 1 ഏക്കർ വാങ്ങിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്ത 2 രൂപ. അത് ഇവിടെ വിറ്റത് 10 രൂപയ്ക്ക്. അപ്പൊ രൂപതയ്ക്ക് 2000 ഏക്കർ വിറ്റപ്പോൾ ക്ലീൻ ആയിട്ട് എത്ര രൂപ കിട്ടി? 16,000 രൂപ ലാഭം. അത് പിന്നീട് കുറേശ്ശെയായിട്ടാണ് വിറ്റ് തീർന്നത്. അതില് ഒരു 20 ഏക്കർ, അതായത് 20 ഏക്കറിന് ഒരു ബ്ലോക്ക് സൗജന്യമായിട്ട് 5 കുടുംബങ്ങൾക്ക് കൊടുത്തു. അതിന് സൗജന്യ ബ്ലോക്ക് എന്നാണ്. ഇവിടുന്ന് വരുന്ന വഴിക്ക് അതിലെയാണ്. ബാക്കി സ്ഥലം മുഴുവനും രൂപയ്ക്ക് ലാഭം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ആണ് ഈ മഠം ഇരിക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ കുടിയേറ്റക്കാർ വന്നത്. ഇവിടുത്തെ ഒരു വിഭാഗം, ഒരു 10-23 വീട്ടുകാര് പയ്യാവൂർ ഭാഗത്ത്, ഇരുട് ഭാഗത്ത്
അപ്പൊ ഇത് 2 ബാച്ചായിട്ടാണ് വന്നത്. ആദ്യത്തെ ബാച്ച് കോട്ടയത്ത് വന്ന് കോട്ടയത്ത് നിന്ന് ബോട്ട് മാർഗം എറണാകുളത്ത് എത്തിയിട്ട് ട്രെയിൻ മാർഗം വളപട്ടണത്ത് ഇറങ്ങിയിട്ട് ചീന വഴി ഇവിടെ വന്നിറങ്ങി. അപ്പൊ അവരാ ഷട്ടർ ബ്രിഡ്ജിന്റെ താഴെയുള്ള മണൽപ്പുറത്താണ് രാത്രി വന്ന് താമസിച്ചത്. അതാണ് ആദ്യം അവര് കാല് കുത്തിയതാണ് കുടിയേറ്റക്കാർ. അവിടെയാണ് ഇതിന്റെ സ്മാരകം ഗ്രോട്ടോ വെച്ചിരിക്കുന്നത്, കുടിയേറ്റത്തിന്റെ സ്മാരകം. എന്നിട്ട് അവർ വെട്ടിത്തെളിച്ച് മഠത്തിന്റെ ആ കോമ്പൗണ്ട് വെട്ടിത്തെളിച്ച് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി. ആ ഷെഡിലാണ് കുറെ നാളത്തേക്ക് അവർ താമസിച്ചത്. ശനിയാഴ്ച അവരവിടെ പള്ളി, ദൂർമാതാവിന്റെ ഒരു പള്ളി കുർബാന ചൊല്ലി. അവിടെയാണ് ആദ്യത്തെ മഠം, അവിടെയാണ് ആദ്യത്തെ സ്കൂള്. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ആദ്യത്തെ സിമിത്തേരി, ആദ്യം മരിച്ചത്. ഇതാണ് അതിന്റെ ഒരു ചുരുക്കത്തിലുള്ള ഒരു കുടിയേറ്റ ചരിത്രം. അത് ഞാൻ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അല്പവിമർശനവും അതിനകത്ത് നടത്തിയിട്ടുണ്ട്.